ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്നൊക്കെ നമുക്ക് ഗസ്റ്റ് വരിക, അതേപോലെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 4 സവാള എടുത്തിട്ട് ഇതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം കനം കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഉപ്പ് കയറിടും. അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ കൈ വെച്ചിട്ട് നല്ലവണ്ണം ഇതുപോലെ തിരുമ്മിയിട്ട് നല്ല സോഫ്റ്റ് ആവും വരെ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. നല്ലവണ്ണം സോഫ്റ്റായി വരണം. കണ്ടില്ലേ, നമ്മൾ അത്രയും സവാള എടുത്തിട്ട് ഇത്ര ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം കുറച്ച് ഈ സവാളയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകവും ചതച്ചിട്ടുള്ളത് 1 സ്പൂൺ ചേർത്തെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണ്ടവർക്ക് അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഒരു മുളക് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഞാൻ 1 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിൽ തന്നെ ഒന്ന് മിക്സാക്കി നോക്കുക. എന്നിട്ട് വലിയ നനവൊന്നും ഇല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേപ്പിലയും പാടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ മാവ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇതൊന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ പരത്തിയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ചെറിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കയ്യിലൊന്ന് വെള്ളം നനച്ചതിന് ശേഷം അതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിലൊന്നും വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. വെള്ളമാണ് കേട്ടോ ഇത്. എണ്ണ വേണമെങ്കിലും ഇനി എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ അപ്പസോഡ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ നിന്ന് മിസ്സായതാണ്. ഒരു നുള്ള് അപ്പസോഡയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ മാവ് പച്ചയായിരിക്കും, പുറം ഭാഗം നല്ലവണ്ണം മുരിഞ്ഞ് വരും ചെയ്യും. അതുപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പരത്തി ഇതിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉള്ളിവട തന്നെ ആവട്ടെ. നമ്മൾ ഉള്ളിവട എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളിവട റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടത്. ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തന്നത് നിങ്ങൾക്ക് അറിയാമായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ കാണിച്ചു തന്നതാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എങ്ങനെ ഉണ്ടായിരുന്നില്ല കമൻറ്റ് ചെയ്യണം.